ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ത്രിത്വത്തിന്റെ തിരുനാളാണ്. ത്രിത്വത്തിന്റെ തിരുനാളില് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിൽ വസിക്കുമ്പോഴാണ് നമ്മളുടെ ജീവൻ ഉണ്ടാകുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിലായാലും ഇപ്പോൾ ഒരു കുടുംബമായാലും മാതാവും പിതാവും മക്കളും കൂടെ ഒരുമിച്ച് സ്നേഹത്തോടെ ആകുമ്പോഴാണ് ആ കുടുംബത്തിലെ ഇമ്പം ഉണ്ടാകുന്നത്, കൂടുമ്പോഴാണ് ഇമ്പം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദേവാലയത്തിലെ വൈദികരും പിന്നെ അവിടുത്തെ ബാക്കി നമ്മുടെ അൾത്താര ബാലകരും അതേപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ കണക്കൻ, കൈക്കാരൻ, അവിടുത്തെ പാട്ട് പാടുന്ന അംഗങ്ങൾ, പിന്നെ നമ്മുടെ ദൈവജനം എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് കൂട്ടായ്മയിലാകുമ്പോഴാണ് അവിടെ ത്രിത്വത്തിന്റെ മഹത്വം മറ്റുള്ളവരിലേക്ക് നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ എവിടെയായിരുന്നാലും നമ്മളുടെ കൂട്ടായ്മയിൽ ചേരുക, നമ്മളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുക, നമ്മളാൽ കഴിയാവുന്ന കാര്യങ്ങളെ സഹായിക്കുക, നമുക്ക് ചിലത് തെറ്റെന്ന് തോന്നുന്ന പറയുക. പല കുടുംബങ്ങളും തകർന്നു പോകുന്നത് ചില തെറ്റുകൾ തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുമ്പോഴാണ്. ചില മൗനങ്ങൾ നല്ലതാണ് ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിലായാലും ചില സമയത്തുള്ള മൗനങ്ങൾ നല്ലതാണ്. പക്ഷെ ചില സമയത്തുള്ള മൗനങ്ങൾ നല്ലതല്ല, അത് നമുക്ക് ഉപകാരപ്രദമാകുകയില്ല. അപ്പം നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ കൂട്ടായ്മയിലൂടെ ജീവിതത്തിൽ മുന്നേറുക. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു മനുഷ്യനെ നമുക്കിഷ്ടമല്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും അവനിൽ കുറ്റം ആരോപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ പുറകെ നടക്കുക, അവൻ തകർന്ന് കാണുന്നത് വരെ അവന്റെ പുറകെ നടന്ന് അവനെ തകർക്കാൻ ശ്രമിക്കും. നമ്മളിപ്പോൾ ഒരു വ്യക്തിയോ ഒരു കുടുംബത്തെയോ നമ്മൾ തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പം അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത്, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ആരെങ്കിലും തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു പൈശാചികതയും നമ്മളിലേക്ക് കടന്നു വരികയില്ല. അപ്പം ആരൊക്കെ മറ്റുള്ളവരെ തകർക്കാൻ ശ്രമിക്കുന്നുവോ, പക്ഷേ അവരുടെ ജീവിതത്തിലെ തകർച്ചകൾ കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവരറിയുന്നില്ല, നീ മറ്റുള്ളവനെ തകർത്തത് കൊണ്ടാണ് നിന്റെ ജീവിതം ഇങ്ങനെയായി പോയത് എന്നത് ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ജീവിതത്തിലെ ഒരു പിഴവായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില ചെറിയ പിഴവുകൾ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നമ്മളുടെ ചില കുടുംബങ്ങളുടെ തകർച്ചകൾ പോലും ചിലപ്പം പിന്നെ പാപത്തിന്റെ കൂമ്പാരം കൊണ്ട് നിറയുമ്പോഴായിരിക്കും അവിടെ തകർച്ചകൾ വന്നുകൊണ്ട്. പക്ഷെ നമ്മളത് അറിയാതെ പോകുന്നു അവിടെ എവിടെയാണ് അവിടെ തെറ്റ് വരുന്നത്. പക്ഷെ നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ആത്മാവിന്റെ അഭിഷേകം നിറയ്ക്കണമെങ്കിൽ തുറന്ന് സംസാരിക്കുക. നമ്മുടെ മനസ്സിലുള്ളത് ഇപ്പം ഒരാളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഒരു 10 പേരെടുത്ത് അയാൾ അറിയാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് ഏറ്റവും വലിയ പാവം. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് പറയേണ്ട സ്ഥലത്ത് അപ്പോൾ പറയുക, അല്ലാതെ 10 പേരെടുത്ത് പറഞ്ഞ് ആ കൂട്ടായ്മയെ നശിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഈ കുടുംബങ്ങളിലായാലും ഇപ്പൊ നമ്മുടെ ഭവനത്തിൽ ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ പരസ്പരം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പങ്കുവയ്ക്കലുണ്ട്. പങ്കുവയ്ക്കലിലൂടെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഓരോരുത്തരും നമ്മളെ ഇഷ്ടം പോലെ വിമർശിച്ചു എന്ന് വരാം. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ. പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പലരും നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും അവർ ചിലപ്പോൾ ഓരോ കല്ലെറിയുമ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ ആ കല്ലുകളൊക്കെ ഇങ്ങനെ പിറക്കി ശേഖരിച്ച് വെക്കും. ഓരോ മനുഷ്യരും നമ്മളെ വേദനിപ്പിക്കുന്ന ഓരോ കല്ലുകളും ശേഖരിച്ച് വെച്ച് അത് പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൊടുത്ത് ഞാനൊരു വലിയ കൊട്ടാരമാണ് പണിയാറുള്ളത്. അപ്പം നമുക്ക് ഒരിക്കലും മറ്റൊരു വ്യക്തിക്കോ മറ്റൊരു സമൂഹത്തിനോ നമ്മളെ തകർക്കാൻ സാധിക്കുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പൊ പിതാവും പരിശുദ്ധാത്മാവും പിന്നെ ത്രിത്വൈക ദൈവത്തില് നമ്മൾ ആശ്രയിച്ച് ജീവിച്ചാൽ നമ്മൾ ഒരിക്കലും പതറുകയില്ല, ഒരിക്കലും ഞങ്ങളെ തകരുകയില്ല. നമ്മൾ ഓരോ ദിവസവും ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടുകൊണ്ടേയിരിക്കും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.